ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഈദാണല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാണ്ട് ഞാൻ അപ്പോൾ നേരെ നീച്ച് വന്ന് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മൈലാഞ്ചിയൊക്കെ ഉണ്ടോ, ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരെ പോയി ചായ കുടിക്കണം. പിന്നെ കുറേ സാധനമൊക്കെ ഉണ്ടാക്കാണ്ട്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കാണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കാണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. പോണതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. ഫസ്റ്റ് ഞങ്ങൾ ഫ്രൂട്ട്സ് കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ആട്ടോ ഇത്. പാലിലൊക്കെ ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കുക. പാല് ചെറുതായിട്ട് ചൂടായതിനു ശേഷം അതിക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിക്ക് നമ്മൾ ഈ കലക്കി വെച്ചല്ലോ കസ്റ്റേർഡ്, അത് നമ്മൾ അതിക്ക് ഒഴിച്ചെടുത്തുകൊണ്ട് കൈ വിടാതെ ഇളക്കട്ടെ. നന്നായിട്ട് കുറുകി ഇങ്ങനെ കട്ടിയായി വരണം. പിന്നെ അതിലോട്ട് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. പണ്ടൊരുട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് കൂടി പോയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിട്ട് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ എങ്ങനെയൊക്കെയോ ഒരു രസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കൈ വിടാതെ ഇളക്കണം. പിന്നെ പഞ്ചസാര കുറച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓവർ വേണ്ട, മധുരത്തിനനുസരിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അത് വലിയ കാര്യത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ കസ്റ്റേർഡിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മളായിട്ടേക്കാണ്. ഞങ്ങൾ പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ അനാറും സംഭവങ്ങളൊക്കെ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓവറായിക്കൊണ്ടൊന്നും എടുത്തിട്ടില്ല, കാരണം അത്രയ്ക്ക് ഓവറായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓവർ ഫ്രൂട്ട്സ് ആകുമ്പോൾ അത് മറ്റേ ഇങ്ങനെ പാൽ ഉദിച്ച് നിൽക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ആയിക്കാണെന്ന് വെച്ചാൽ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ചെമ്മീൻ ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെമ്മീനൊക്കെ ഞങ്ങളവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അനാറാട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞളിലൂടെ അതിൻ്റെ ഉള്ളിലൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്ത ഫ്രൂട്ട്സിൻ്റെ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുള്ളത്, കാരണം അതൊരു രുചിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മധുരത്തിനനുസരിച്ചൊക്കെ ഇട്ടാൽ മതി. ആ പാലിൽ കുറവുണ്ടെങ്കിൽ ഇതിൽ കിട്ടുകഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു മാച്ചിങ് ആയിക്കോളും കേട്ടോ. പിന്നെ ബിരിയാണിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേ അരിയിലുള്ള വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പിന്നെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ അതിലോട്ട് പ്രോൺസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഞാൻ ഡയറ്റ് കിട്ടും. ഞാനവിടെ ഫ്രൂട്ട്സ് അരിയലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രൂട്ട്സ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറുക്കി വെച്ചിരുന്നല്ലോ ആ പാലിൻ്റെ മറ്റേ ഇത്, അതിലോട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഐസ് 3 ഐസ് ക്രീം ഇട്ട് കൊടുക്കാം. 3 ഐസ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കളർ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച്
ഐസ്ക്രീം ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം കഴിക്കുമ്പോഴും കുറച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വാനില ഐസ്ക്രീമാണ് ഇതിലോട്ട് രസം എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ സ്ട്രോബെറി എടുക്കാൻ വേണ്ടി പോയി വിചാരിച്ചു വാനിലയാണ് എല്ലാത്തിനും മാച്ചിങ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ എടുത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് താത്തല്ലോ, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ടും ബാക്കിയായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ നെയ്യിട്ട് നമ്മളിങ്ങനെ പാർട്ടിഷൻ ചെയ്താണ് ഇങ്ങനെ ലെയർ ആയിക്കാണ് ദമ്മിടാനുള്ള ഒരു വേർപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇതേ കളറിൻ്റെ മറ്റേ പൊടി മസാലകൾ, പിന്നെ ചപ്പ്, നെയ്യ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നോർമലായിക്കൊണ്ട് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ദം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ദം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ അമ്മയുടെ ഡ്രസ്സാണിത്. പിന്നെ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഞാൻ വലുതായിട്ടും ഞാൻ എടുത്തിട്ടില്ല, ചെറുതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ പെരുന്നാൾക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പെരുന്നാൾ കൂടി കണ്ട വിചാരിച്ചു. പിന്നെ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ആ ചെറിയ ടോപ്പ് മാത്രം എടുത്താൽ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ട് സാലഡ് അല്ല കസ്റ്റേർഡ് നമ്മൾ പ്ലേറ്റ് ചെയ്യാണ്. ഞങ്ങൾ രണ്ട് പേരുള്ളൂ കേട്ടോ. പക്ഷെ ഇതിൻ്റെ കൂടുതലാണ്, കാരണം കുറേ ഫ്രൂട്ട്സിന് എടുത്തപ്പോൾ കൂടിപ്പോയതാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഐസ്ക്രീം ഇടാൻ പോവാണ്. ഐസ്ക്രീം ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കഴിച്ചിട്ട് കുറേ എടുത്ത് വെച്ച് കുറച്ചൊക്കെ കഴിച്ച് ചെയ്തിട്ടോ. അപ്പോൾ കുറച്ച് ഐസ്ക്രീം ഇട്ടുള്ളൂ, കാരണം മെറ്റിൽ നമ്മൾക്ക് ഒരുപാട് ഐസ്ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഓവറായിക്കാണ് നമ്മൾ ഐസ്ക്രീം മേലോട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ അല്ലേ സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇതാണ് കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ഉള്ളിൻ്റെതും അച്ചാറൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വലിയ പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരെ എൻ്റെ അമ്മമാരുടെ അടുത്ത് പോകും, എൻ്റെ ഉമ്മാരുടെ അടുത്ത് പോകും. അത് എന്നും എല്ലാ പെരുന്നാൾക്കും നിങ്ങൾ പോകണമാണ് കേട്ടോ. അപ്പോൾ നേരെ അവിടെ പോവും. ഒരു ദിവസം 2 ദിവസം ഞങ്ങൾക്ക് ലീവ് ഉണ്ടല്ലോ സ്കൂളിൽ. അപ്പോൾ കുറച്ച് ദിവസം അവിടെ ഞങ്ങൾ നിൽക്കും. പിന്നെ ഡ്രസ്സ് ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ എടുക്കും. ബൈ.